ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? കപ്പിയൊന്നും കാച്ചാതെ നമുക്ക് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് ആയിട്ട് ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കേക്ക് കിട്ടുകയും ചെയ്തു, നമ്മൾ വാർഡ് മെമ്പർ കൊണ്ട് തരികയും ചെയ്തത്. അതുകൊണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളാകെ മൂന്നാൾക്കുള്ള കേക്ക് എന്തായാലും അതിലുണ്ടായിരുന്നു. ക്യാരറ്റ് പ്ലം പുഡിങ് കേക്ക് ആയിരുന്നു. അപ്പോൾ അത് കഴിച്ച്, അപ്പോൾ ഇനി എന്തായാലും ഒരു വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ. നല്ല സോഫ്റ്റുള്ളൊരു വട്ടയപ്പമായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കില്ല, അതുപോലത്തെ വട്ടയപ്പമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നമ്മുടെ റേഷൻ കടയിലത്തെ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് പച്ചരിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് കഴുകിയതിൻ്റെ ശേഷമാണ് നമ്മൾ വെള്ളത്തിലിട്ടേക്കുന്നത്. പിന്നെ ആ വെള്ളത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ രാവിലെ കഴുകുണ്ടാവില്ല. അപ്പോൾ ഞാനിത് രാത്രിയാകുമ്പോൾ തന്നെയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെക്കൽ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതാ 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. നമുക്ക് ആ പച്ചരി ഒന്ന് കുതിരാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അത് മൂടി വെക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിനി രാവിലെ എടുത്താൽ മതി. അപ്പോഴത്തേനും നന്നായി കുതിർന്ന് വരില്ല. ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതാ രാവിലെയാണ് ഞാൻ അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ള അവിൽ ഇട്ട് കൊടുത്താലാണ് നമുക്ക് വെള്ള കളറിലെ വട്ടയപ്പം കിട്ടുള്ളൂ. അപ്പോൾ അത് വെള്ള അവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അവലില്ലെങ്കിൽ അവലിൻ്റെ പകരം നമുക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ അവലുണ്ടായിരുന്നു, അവലിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റാണ്. അപ്പോൾ അതാ ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അവൽ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അത് അരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര 1 കപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. അവിടെ നല്ല മധുരം വേണ്ട, ഒരു ചെറിയൊരു മധുരം മതി. പിന്നെ നാളികേരം എടുത്തിട്ടുണ്ട്, 1 നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അരി അരക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ അതേ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. വെള്ളം കൂടരുത്. അപ്പോൾ നമുക്ക് വെള്ളം കുറയുകയാണെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുക, കൂടിയ പിന്നെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇതിലിപ്പോൾ കുറേ ആൾക്കാർക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ അറിയണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി, നിങ്ങൾക്ക് നല്ലൊരു വട്ടയപ്പം കിട്ടും. അപ്പോൾ ഇതാ ആ ഒരു അരിയിലേക്ക് നമ്മളിതാ നാളികേരം ചെറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ ഏലക്ക അങ്ങനെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി അരഞ്ഞതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനൊരു ബുദ്ധിമുട്ടാവും. ഇനി ഇത് അവലും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അവലിൻ്റെ പകരം ചോറും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവൽ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് അവലിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ചോറ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് അവലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈസ്റ്റിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ടാണെങ്കിലും അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചെറിയ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കരുതിട്ട്, അത് പൊങ്ങി പോവും. അപ്പോൾ ഇതേ ഒരു കട്ടിക്കാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയും കാട്ടിയും കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാൻ മറന്നു പോയതാണ്. ഒരു നുള്ളു ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ മധുരമൊക്കെ ഒന്ന് നമുക്ക് സെറ്റായി വരുള്ളൂ. അപ്പോൾ ഇതേ കട്ടിക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെക്കാം. ഒരു 2 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സമയമില്ലെങ്കിൽ നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടായാലും വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കേ. അപ്പോൾ ഇത് പറഞ്ഞു തന്നെ എൻ്റെ അമ്മായിയാണ് കേട്ടോ. അമ്മായി സ്ഥിരമായിട്ട് വട്ടയപ്പം ഉണ്ടാക്കും. അമ്മായി ഉണ്ടാക്കുന്ന വട്ടയപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വലിയ അമ്മായി, ഉപ്പാടെ മൂത്ത പെങ്ങൾ. അപ്പോൾ അമ്മയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കഴിച്ചവരൊക്കെ ചോദിക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അമ്മായി ചില സമയത്ത് കപ്പി കാച്ചിട്ട് ഉണ്ടാക്കും, ചില സമയത്ത് ഇതുപോലെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കപ്പി കാച്ചാതെയും അതുപോലെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കപ്പി കാച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കണതല്ലേ. അപ്പോൾ കപ്പി കാച്ചാതെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിച്ചു തരണമല്ലോ. അപ്പോൾ അത് കാരണമാണ്. ഇനി ഇതാ ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ എല്ലാവരും ചെയ്യണം കണ്ടിട്ട് ചെയ്തതാട്ടോ. നമ്മുടെ കേക്ക് ടിന്നിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലും നല്ലത് നമ്മുടെ പ്ലേറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഞാൻ ഒഴിച്ച മാവിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഞാൻ കുറച്ച് 4-5 കയ്യിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. നമുക്ക് പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത്. പ്ലേറ്റിലാകുമ്പോൾ ഒരു 8 മിനിറ്റ് കൊണ്ട് ആയി വരുന്നുണ്ട്. ഇതൊരു അരമണിക്കൂറായാലും വേവാത്ത പോലെയാണ്. കേക്ക് ടിന്നിലേക്ക് ഞാനിപ്പോൾ ഒരു 3-4 കയ്യിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 10-22 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് എനിക്ക് ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വട്ടയപ്പം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കണതിന് പ്രത്യേക ഒരു സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ എനിക്ക് കേക്ക് ടിന്നിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഇഷ്ടമായിരിക്കുന്നത് പ്ലേറ്റിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമാണ് കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയെടുത്തുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരിപ്പ പാത്രം വെക്കുക. അപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് അതിന് മീതെ കയറ്റി വെച്ച് കൊടുക്കാം. പണിയൊന്നുമില്ല, നമുക്ക് ഈ അരച്ചെടുക്കേണ്ട പണിയും അതുപോലെ വെള്ളത്തിലിട്ടേക്കണം, അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വട്ടയപ്പം. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ വട്ടയപ്പം. അത് കാരണം കുറച്ചധികം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. 1-2 ദിവസം വെക്കാമല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇവിടെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം കറിയൊന്നും ഉണ്ടാക്കണില്ല, വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാ ഒന്നെടുത്ത് അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മീതെ കുറച്ച് മുന്തിരി വെച്ച് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ മീതെ മുന്തിരി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കുറേ കഴിഞ്ഞ് ഇത് ഇറക്കി വെച്ചതിന് ശേഷം മേലൊക്കെ ഒന്ന് ചെറുതായിട്ട് വിണ്ട പോലെയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് നമുക്ക് പ്ലേറ്റ് മതിയെന്ന്. ഇനി ഇതാ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ആവി കയറ്റിയെടുക്കുക. ഉള്ളു വെന്തിട്ടുണ്ടായിരുന്നില്ല, ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളു വെന്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് നേരം കൂടി ഞാനിതിലൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വട്ടയപ്പൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ല, കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല സോഫ്റ്റുള്ളൊരു വട്ടയപ്പമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, വേഗം ആവണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ കുത്തി ഇളക്കിയിട്ടൊന്നും എടുക്കണ്ട, ആ ബബിളൊന്നും കളയണ്ട. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ ഒരു 3 കയ്യിലാണ് ഒഴിച്ച് കൊടുത്തത്. ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തു കേട്ടോ, എല്ലാ സൈഡിലേക്ക് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഒന്ന് അടച്ച് വെക്കുക. ഒരു 4 മിനിറ്റ് ആകുമ്പോൾ നമ്മളത് എടുക്കണം കേട്ടോ. അതിൻ്റെ മീതെ കുറച്ച് മുന്തിരി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുന്തിരി നിർബന്ധമില്ല, നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വട്ടയപ്പം കാണാൻ ഒരു ഭംഗിയാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ, ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ മീതെ ഒരു മുന്തിരി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ മുന്തിരി വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 4 മിനിറ്റ് കൂടി ആവി വെച്ചെടുത്താൽ മതി. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല, 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇതിന് പിന്നെ കുറച്ച് സമയം വേണം. അപ്പോൾ ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ നമ്മുടെ പ്ലേറ്റ് തന്നെ മതി. അപ്പോൾ ഇനി ഇതാ കേക്ക് ടിന്നിൽ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇതാക്കിയിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം ഇങ്ങനെ പ്ലേറ്റിൽ നിന്നല്ല, കേക്ക് ടിന്നിൽ നിന്ന് പോന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതും സോഫ്റ്റ് തന്നെയായിരുന്നു. എന്നാലും ഒന്നും കൂടി സോഫ്റ്റ് എനിക്ക് പ്ലേറ്റിലാണ് കേട്ടോ. പ്ലേറ്റിൽ നിന്ന് കുറേ പറഞ്ഞിട്ടുണ്ടല്ലേ. അല്ല, അതിലുണ്ടാക്കുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എടുക്കാനും നല്ല സുഖമായിരുന്നു. അപ്പോൾ നിങ്ങളെടുത്ത് പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ പോലെ ബുദ്ധിമുട്ടുണ്ടല്ലോ. കണ്ടില്ലേ, പ്ലേറ്റിലത്തെ വട്ടയപ്പം നോക്കി നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. കണ്ടില്ലേ, നമുക്ക് കപ്പിയൊന്നും കാച്ചാതെ ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് പറയണേ. മധുരമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കൂടുതലും ഉണ്ടായിരുന്നില്ല, കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇനി ഇതാ നമുക്കൊന്ന് വട്ടയപ്പം മുറിച്ച് നോക്കാമല്ലോ. അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയെന്ന് കാണിച്ച് തരണ്ടേ. അപ്പോൾ ഇതാ ഒരു പീസ് വട്ടയപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, വേവാതിരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് എങ്ങനെയെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ വന്ന് പറയണേ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഈ 1.5 കപ്പ് അരി വെച്ചിട്ട് ഞാൻ 4 വട്ടയപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വിരുന്നേര് വന്നപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.